ഹലോ ഫ്രണ്ട്സ്, അപ്പം അരീസ് വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതാ നല്ല പിടപിടക്കിടഞ്ഞുണ്ട്, പുഴയിൽ നിന്ന് പിടിച്ചിട്ട് അതുപോലെ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പം ഇന്ന് ഇവനെ വെച്ചിട്ട് ഒരു സ്പെഷ്യൽ ഐറ്റം ആണ് നമ്മൾ ഇവിടെ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ നമ്മൾ ഇന്ന് ഞണ്ട് വറുത്തെടുത്ത് തേങ്ങാപ്പാലിൽ വറ്റിച്ചിട്ടുള്ള ഒരു സ്പെഷ്യൽ ഐറ്റം ആണ് ഇവിടെ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഇതാ ഫ്രഷ് ആയിട്ടുള്ള ഞണ്ട് ഇതാ ഇവിടെ മേശപ്പുറത്തുണ്ട്. പിന്നെ ഇതാ കുറച്ച് ചെറിയുള്ളി, അതുപോലെ പച്ചമുളക്, ഒരു തക്കാളി, അല്പം ഇഞ്ചി, പിന്നെ നമ്മുടെ ഇതിലൊഴിച്ചുകൂടാൻ പറ്റാത്ത നമ്മുടെ കുരുമുളക് പൊടി, അതുപോലെ മഞ്ഞൾപ്പൊടി. പിന്നെ ഇതിൽ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള സാധനമാണ് ഇതാ ഒരു തേങ്ങ പാല്. അതിൻ്റെ പാല് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ കുറച്ച് മുളക് പൊടിയും കുറച്ച് ഉപ്പും. ഇത്രയും സാധനങ്ങൾ കൊണ്ട് നമുക്ക് ഇവനെ നല്ല അടിപൊളിയായിട്ട് വറുത്തെടുത്ത് തേങ്ങാപ്പാലിൽ വറ്റിച്ചിട്ടുള്ള ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ടാക്കാം. ഇനിയാണ് ടാസ്ക്. ഇവരെ നന്നാക്കി എടുക്കുക എന്നുള്ളതാണ് നമ്മുടെ അടുത്ത പരിപാടി. നമ്മുടെ ഞണ്ടിതാ ഇവിടെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോഴും ചെറുങ്ങനെ പടയ്ക്കുന്നൊക്കെ ഉണ്ടേ. നമ്മുടെ ഞണ്ടിലേക്ക് ആവശ്യത്തിന് മുളക് പൊടി, കുറച്ച് ഉപ്പ്, അല്പം മഞ്ഞൾപ്പൊടി, കുറച്ച് കുരുമുളക്, ഇത്രയും സാധനങ്ങൾ ചേർത്ത് നമുക്കിവനെ നന്നായി തേച്ച് പിടിപ്പിക്കണം. ഞണ്ടിന് നന്നായി മസാലയെല്ലാം തേച്ച് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു 5 മിനിറ്റ് അതവിടെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം നമുക്ക്. അപ്പോഴേക്കും നമുക്ക് നമ്മുടെ ഉരുളി അടുപ്പത്ത് വെക്കാം. ഇതിലേക്കിനി നമുക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ആ എണ്ണയിലേക്ക്, തിളയ്ക്കുന്ന എണ്ണയിലേക്ക് നമുക്ക് 2 കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ഞണ്ടിനെ ഇട്ട് കൊടുക്കാം. നമ്മുടെ ഞണ്ട് നന്നായി മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ വറുത്ത് കോരി വെക്കാം. ഞണ്ടിതാ ഇവിടെ വറുത്ത് കോരി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഉരുളി പിന്നെയും ചൂടാകാൻ വേണ്ടി വെച്ചു. ഇനി കുറച്ച് വെളിച്ചെണ്ണ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ ഇതാ ഇവിടെ എടുത്തു വെച്ചിരിക്കുന്ന ഇഞ്ചി, പച്ചമുളക്, തക്കാളി, ചെറിയുള്ളി, ഇത്രയും സാധനങ്ങൾ നമുക്കിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും അതുപോലെ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. കുറച്ച് ഉപ്പ് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. നമ്മുടെ ചെറിയുള്ളിയും തക്കാളി, പച്ചമുളക്, ഇഞ്ചിയെല്ലാം നന്നായി വാടി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ഞണ്ടിനെ ഇതിലേക്ക് ഇടാൻ വേണ്ടി പോവാണ്. അപ്പം ഇനി നമുക്ക് എന്ത് ചെയ്യാം, തീ ഒന്ന് കുറച്ച് 5 മിനിറ്റ് നമുക്കൊന്ന് മൂടി വെക്കാം. ഇതാ നമ്മുടെ ഞണ്ടെല്ലാം ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ അവസാനത്തെ ഇൻഗ്രീഡിയന്റ് ആയിട്ടുള്ള നമ്മുടെ തേങ്ങാപ്പാലാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. നമുക്ക് മെല്ലെ തേങ്ങാപ്പാൽ ഒഴിക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് ഉപ്പും അതുപോലെ ആ കുരുമുളകിന്റെ എരിവൊക്കെ വന്നിട്ടില്ലേന്ന് ഒന്ന് നോക്കിയതിന് ശേഷം 1 മിനിറ്റും കൂടെ നമുക്കൊന്ന് ഇത് അടച്ചു വെക്കാം. അത് നമ്മുടെ സ്പെഷ്യൽ ഐറ്റം ആയിട്ടുള്ള ഞണ്ട് വറുത്തെടുത്ത് തേങ്ങാപ്പാലിൽ വറ്റിച്ചെടുത്തത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ സ്പെഷ്യൽ ഐറ്റം നമുക്ക്
നമ്മുടെ ഒരു സെർവിങ് ഡിഷിലേക്ക് നമുക്ക് മാറ്റാം. അപ്പൊ നമ്മുടെ പുഴയിൽ കിടക്കണ പെടപെടക്കണ ഞണ്ട് ഇതാ ആരതിയുടെ ഒരു സ്പെഷ്യൽ ഐറ്റം ആയിട്ട് ഇതാ ഇവിടെ എത്തിയിരിക്കുകയാണ്. അപ്പൊ എല്ലാവരും ഈ ഒരു ഐറ്റം ഉണ്ടാക്കി നോക്കണം. എന്താ പറയാ, വളരെ ടേസ്റ്റിയാണ്. നമ്മുടെ അപ്പത്തിന്റെ കൂടെ ആണെങ്കിലും എന്തിന്റെ കൂടെ നമുക്ക് ഇത് കഴിക്കാം. അപ്പൊ എല്ലാവരും ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങള് നിങ്ങൾ കമന്റായി ആരതീസ് വേൾഡിൽ രേഖപ്പെടുത്തുക. അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ ഇനിയും വരുന്നതായിരിക്കും. ഓക്കെ, ബൈ.